എന്റെ വേളാങ്കണ്ണി മാതാവേ, ഈ പണപ്പെട്ടി നന്നായിട്ട് നടക്കണേ, കാര്യമായിട്ട് അനുഗ്രഹിക്കണേ. മുതലാളി മുതലാളി ഇന്നും യാ കാണുന്നില്ല. ഈ എടുത്തുകൊണ്ട് പോകുന്ന അലവലാതിയൊക്കെ കയ്യും കാലും പിടിച്ച് എന്റെ അടുത്ത് വരും. പലിശക്ക് പണവും ചോദിച്ചു. അറക്കണ പലിശയല്ലേ മുതലാളി? അറക്കൽ ഫൈനാൻസിന് പകരം അറക്കൽ ഫൈനാൻസ് മതി. പോയി ശരിയാക്കടാ. നമസ്കാരം. എന്താടോ, പണ്ടോ ആധാരോ? ഞാൻ താമരാക്ഷൻ പിള്ളയുടെ കാര്യത്തിന് വന്നതാ. വാ വാ. താമരാക്ഷൻ പിള്ളി പറമ്പ് തെറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം. താമരാക്ഷൻ പിള്ളയെ പീസാക്കി മാർക്കറ്റിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്ന് കണ്ടോട്ടെ. അതെ, ഇനി ഇതിന്റെ ഓണർ വന്നു വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? എന്ത് ഓണർ, ഏത് ഓണർ, എവിടത്തെ ഓണർ? അവരിപ്പോ എവിടെയാണെന്ന് മുകളിലിരിക്കുന്നതിന് മാത്രമേ അറിയൂ. അങ്ങനെ മുകളിലിരിക്കുന്നവന് മാത്രം അറിയാന്ന് പറയരുത്. എനിക്കറിയാമായിരുന്നെങ്കിലേ ഞാൻ അങ്ങേരം പ്രതീക്ഷിച്ചിട്ട് മുകളിൽ താമസിക്കും ഒരാഴ്ച ആയിട്ട്. ഒരു മിനിറ്റ്, ഇയാൾ ആരാ? ഈ ബസിന്റെ മുതലാളിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവാ ഞാൻ. സുന്ദരൻ. കളിയാക്കണ്ട, ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കടയേണ്ട ആളല്ല ഞാൻ. അങ്ങ് ദുബായിൽ ഷെയ്ക്കിന്റെ അണ്ടറിൽ കഴിയേണ്ടവനാ. മൊയിലാളി ആയിരിക്കും. ബെൻസിലോ? ബെൻസിൽ വരണമെങ്കിലേ അവന് 7 ജന്മം ജനിക്കണം. കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതലാളി ഇന്ന് പണക്കാരനായി ആവേശത്തിന് തിരിച്ചു വന്നിരിക്കുന്നു. സുന്ദര, ലിഫ്റ്റ് തന്നേനെ താങ്ക്സ്. ചായ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല, എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ, ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി. ഒന്ന് പോടോ. അല്ല, സൂക്ഷിച്ചൊക്കെ പോണേ, ഓപ്പോസിറ്റ് പാണ്ടിലോറ് വരുന്നതാ. ഉണ്ണികൃഷ്ണ, ആ ക്യാഷ് എടുത്ത് ഇയാളെ അണ്ണാക്കിലേക്ക് തള്ളു. ആക്രാന്തം തീരട്ടെ. എടാ, നമ്മുടെ വണ്ടി പൊളിക്കാൻ പോണേരുന്നടാ. സുന്ദര, സ്റ്റോപ്പ്. കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത്. എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ? പോടോ. എന്റെ അവറ മുതലാളി, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ്. അതിൽ തുടരുത്. എന്നെയും തുടരുത്. സോറി. രൂപ താടോ. രൂപ? മുതലാളിക്കുന്ന രാവിലെ ഞാൻ 10,000 രൂപ. 10,000 ഉള്ളത് കണ്ടിട്ട് വണ്ടി എടുത്തിട്ട് പോടും. അല്ല, തരണോന്നുള്ള ആഗ്രഹമായിട്ട് വന്നാണ്, പക്ഷെ കിട്ടണ്ടേ. ആഹാ, അപ്പൊ ഒന്നുമില്ലാതാണ് കയറി വന്നതല്ലേ? പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നോക്കി നിൽക്കാതെ പൊളിക്കാം. മുതലാളി ഇൻസൾട്ട് ചെയ്യരുത്. പട്ടിണി കിടന്നപ്പോ പോലും ഞാൻ ചെയ്യാത്ത ഒന്നുണ്ട്. ഇനി എനിക്ക് മേലും കീഴും സുന്ദര വിടറാ. അരഞ്ഞാണോ? എനിക്ക് 3 വയസ്സുള്ളപ്പോ മുത്തച്ഛൻ എന്റെ അരയെ കിട്ടിയതാ. എടുത്തു. ഇതെന്താ ചരട്? 3 വയസ്സുള്ളപ്പോ എന്റെ അരവണ്ണം ദേ ഇത്രേ ഉള്ളൂ. ഞാൻ വളരുന്ന അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാ. തൽക്കാലം മുതലാളി ഇത് എടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ. ഞാൻ എവിടെയെങ്കിലും പോയെന്ന് രക്ഷപ്പെടട്ടെ. അപ്പൊ ബാക്കി തരാം. എന്ന്? ഫെബ്രുവരി 30-ാം തീയതി. അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും. ഓക്കെ, വണ്ടി എടുത്തിട്ട് പോയിക്കോ. സുന്ദര, വണ്ടി കയറാ. എടുത്ത് മാറ്റടാ ഇയാടാ. അയ്യോ, അപ്പൊ ഫെബ്രുവരി 30. ഫെബ്രുവരി 28 ഉള്ളേ. കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കറണ്ട് ഞാൻ വേറെ ഒന്നും കണ്ടില്ലല്ലേ? എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ? ഉണ്ണി, എന്താ? അവനെവിടെ ഇരിപ്പുണ്ട്. ആര്? എലി. എന്റെ പാസ്പോർട്ട് കറണ്ട് ചെയ്യുന്നില്ലേ? എവിടെ? ഷെൽഫിന്റെ അകത്ത്. സുന്ദര, നീ എന്താ കാണിക്കുന്നേ? തരാടാ. എടാ, ഇപ്പൊ സിഗല്ലാവുന്ന്. സുന്ദര, കടന്നു. അത് മിസ്സായി. നിക്കാനേ പറഞ്ഞു. സിഗല്ലായി. അയ്യോ, ഇന്റർവ്യൂ സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചില്ല. നന്നായി. അല്ല, എനിക്കൊരു സംശയം. ഇപ്പൊ നമ്മ പറഞ്ഞെല്ലാം ടിവിയിൽ വരുമോ? ടിവിയിൽ വന്നാലെന്ത്, വന്നില്ലെങ്കിൽ എന്ത്? കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. ശരിയാ. അയ്യോ കാലൻ, 100 ആയുസ. സാറിന്റെ പേര് പറഞ്ഞ് നാക്ക് പാകത്തേക്ക് ഇട്ടുള്ളൂ. ആ നാക്ക് ചവിട്ടി പുറത്തേക്ക് ഇടാനാണ് ഞാൻ വന്നത്. എന്താ സാർ?
മുഖത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് കരിയും തേച്ച ആളെ മനസ്സിലായില്ലെന്ന് വിചാരിച്ചു അല്ലടാ? കരിയോ? കോൺസ്റ്റബിൾ, സാർ. മണ്ണെണ്ണ കൊടുക്ക്. അത് വെള്ളം തൊട്ട് തുടച്ചാലും പോകും സാർ. തീപ്പെട്ടി കൊടുക്ക്. കൂമ്പിനിട്ടിടിക്ക്. എന്തിടിയാണ് നീ ഇടിച്ചത്? എനിക്ക് നന്നായിട്ട് വേദനിച്ചു കേട്ടോ. സാറല്ലേ ഇടിക്കാൻ പറഞ്ഞു. പോടാ അവിടുന്ന്. പോടാ. ഏയ്! നീ എന്താടാ പറഞ്ഞത്? MG റോട്ടിൽ കുനിച്ചു നിർത്തിയിട്ട്? ഓഹോ, അത് എക്സ്ക്യൂസ് മീ, ഈ MG റോഡ് എന്നുള്ളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഹൈക്കോടതി ജംഗ്ഷനിൽ കുഴപ്പമൊന്നുമില്ല. ആ, കുനിച്ചിരുത്തി കൂമ്പിലിട്ടിടിച്ചിട്ട് പിന്നെന്താടാ പറഞ്ഞത്? പൊന്നു സാറേ ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു ഉണ്ണി മറന്നുപോയതാ. കുനിച്ചിരുത്ത് കൂമ്പനടിച്ചിട്ട് ബാക്കിൽ മണ്ണെണ്ണ വെച്ചിട്ട് തിരി എവിടെ ഇടുന്നു പറഞ്ഞു. അത് ഞാൻ മറന്നുപോയി. എവിടെ ഇടുന്നു പറഞ്ഞത്? വയലിൽ ഓർമ്മയുണ്ട്. കത്തിക്കടാ, ഒഴിച്ച് കത്തിക്കടാ. നീ എന്താണ് താളം പിടിച്ച് കളിക്കേ? അതവന്റെ കൈ വരച്ചട്ടാ. പോലീസ് എന്ന് പറഞ്ഞ അവന് പണ്ടേ പേടിയാ. അപ്പൊ നിനക്കോ? എനിക്ക് ജനിച്ചപ്പോഴേ പേടിയാ. ആ, കത്തിക്കടാ. എന്റെ സാറേ ഞാൻ കാല് പിടിക്കാം. അപ്പോഴത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ, പ്ലീസ്. ടിവിയിൽ നിന്റെ ലൈവ് ഷോ കണ്ടിട്ട് RTO എന്നെ വിളിച്ചത്. ലൈവ് ഷോ ആയിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഈ പാട്ട ഏതെങ്കിലും കൊക്കയിലേക്ക് തള്ളി അയ്യോ രണ്ടിനെയും കസ്റ്റഡിയിലെടുത്ത് പെരുമാറുക. വേണ്ട. പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞുവല്ലോ, മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന്. ആ ഒരു പരാതി പരിഗണിച്ച് നിന്നെയൊക്കെ ജീവിക്കാൻ തന്നെ അനുവദിക്കാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ് സമയം തരും. അതിനു മുമ്പ് ഈ പാട്ടത്തകരോടത്തോട് സ്ഥലം വിട്ടോളാം. രക്ഷപ്പെട്ടു. വീരപ്പൻ കുറിപ്പിന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് വളരെ ദൂരെ ആയതുകൊണ്ട് ഇനി അയാൾക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എത്ര നേരം വേണമെങ്കിലും സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇപ്പൊ സ്വസ്ഥമായിട്ട് ഇരിക്കണ്ട. നീ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുണ്ടോ? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. എന്നാ നീയും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോയാൽ തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ഹേയ് ഞാനില്ല. ടിവിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ. ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല, പെരുമാറിലേ ഉണ്ടാവുള്ളൂ. പെരുമാറില്. എന്താടാ പേഴ്സ് നിന്റെ തന്ന? എന്റെ കയ്യില് പേഴ്സാ. ആ. നീയാ? പേഴ്സ് കാണുന്നില്ല. തമാശ കളിക്കല്ലേ? അമ്മച്ചിയാണ് തമാശ കളിച്ചല്ല, പേഴ്സ് കാണുന്നില്ല. അതിനൊരു വഴിയുണ്ട്. ഇങ്ങനെ വന്നേ, അവിടെ ഇരുന്നേ, അവിടെ ഇരി. നമ്മുടെ വണ്ടിയിൽ. എന്റെ വണ്ടി? ആ നിന്റെ വണ്ടിയിൽ. എന്റെ അമ്മോ, നിന്റെ വണ്ടിയിലെ നിന്റെ അച്ഛന്റെ ഫോട്ടോയിൽ കോർത്തിട്ടിരിക്കുന്ന ആ സ്വർണ്ണ പതക്കില്ലേ, ഞാൻ ഇന്നാളെ കയ്യിൽ വെച്ച് തൂക്കി നോക്കി. 1 പവനോളം തൂക്കം ഉറപ്പായിട്ടുണ്ട്. അതിന് കാശ് കിട്ടുമ്പോ തിരിച്ചെടുക്കാം. വിൽക്കണ്ട, പണയം വെച്ചാ മതി. 2000 കുറയാതെ കിട്ടും. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ 2 കഷ്ണാക്കി കളഞ്ഞ. 2 കഷ്ണാക്കി 1000 വെച്ചല്ലേ കിട്ടുള്ളൂ. പിന്നെ അത് വിളക്കി ചേർക്കാൻ കാശ് വേറെയും വേണ്ടേ? നിന്നെ കഷ്ണാക്കൊന്ന് പറഞ്ഞേ. അച്ഛന് പ്രസിഡന്റ് എന്ന് കിട്ടിയ പതക്ക പട്ടിണി കിടന്ന് ചത്താലും ഞാനിത് വിൽക്കില്ല. അത് മാത്രമല്ല, ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാ. അതിന്ന് ഒരു തുരുമ്പി തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ എങ്ങും തൊടാൻ പറ്റൂല. എന്താ പറ്റി പറഞ്ഞേ? നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നിട്ട് ഒരു കുടി കുടിച്ച് മൂടിയിട്ട് ആ ബസ് എടുത്ത് എന്റെ മുകളിൽ വെക്ക്. ദുബായിൽ നല്ലൊരു ഷെയ്ക്കിന്റെ അണ്ടറിൽ ജോലി ചെയ്യേണ്ട ഞാനാണ്. എന്റെ പാസ്പോർട്ട് കറണ്ട് ആ എലിയില്ലേ, ആ എലിനെ എന്റെ കൈ കിട്ടിയ കൈ ആള് മാറി അടിച്ചു പോയി. സോറി. എന്നെ തല്ലാമല്ലേ?